ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനം. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രവൃത്തിയേറുമ്പോൾ പ്രാർത്ഥനയും വർദ്ധിക്കണം. ഒരു വലിയ മാതൃകയാണ്. ക്രിസ്തുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചപ്പോൾ അവനെ ഒന്ന് കാണാൻ, അവനെ ഒന്ന് കേൾക്കാൻ, അവൻ്റെ അടുത്തൊന്നിരിക്കാൻ, അവൻ്റെ അടുത്ത് വന്ന് സൗഖ്യം നേടാൻ ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങിയിട്ട് അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തിരക്കേറുമ്പോൾ, പ്രവൃത്തികൾ ഏറുമ്പോൾ പ്രാർത്ഥനയും വർദ്ധിക്കണം. അല്ലാതെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് എനിക്ക് ജോലിയുണ്ട്, തിരക്കാണ്, എനിക്ക് ബിസിനസ് ഉണ്ട്, തിരക്കാണ്, എനിക്ക് വസ്തുവകകളുണ്ട്, തിരക്കാണ്, എനിക്ക് മക്കളുണ്ട്, തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കരുത്. പ്രാർത്ഥിക്കാതെയാകുമ്പോൾ ദൈവവുമായി അകലും, ദൈവവുമായി ബന്ധമില്ലാതെയാകും. എന്നാൽ അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒന്ന് പിൻവാങ്ങണം, തിരക്കുകളിൽ നിന്നൊന്ന് പിൻവാങ്ങണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും അവൻ തന്ന അനുഗ്രഹങ്ങളുടെ നടുവേ നടക്കാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റും. സാധിക്കട്ടെ. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.